ഒരു നല്ല ക്രിസ്പി ആയിട്ടുള്ള റവ ദോശയാണ് ഞാനിന്ന് സത്താൻ മുന്നിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ റവ ദോശ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അതിൻ്റെ ക്രിസ്പിനെസ് ആണല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പേ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ടൊമാറ്റോ ഗാർലിക് ചട്നി ഈ റവ ദോശയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സത്താൻ മുന്നിലേക്ക് സ്വാഗതം. ഞാൻ നീതു. ഇത് ആദ്യമായിട്ട് കാണുന്നവരോട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറേ പേര് കംപ്ലയിൻ്റ് ആയിരുന്നു, നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന്. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റവ ദോശയ്ക്ക് ആവശ്യമുള്ള മാവ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുക്കാത്ത റവയാണ്. അപ്പം ഞാനിത് ഒരു 10-12 ദോശ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റിൽ ചെയ്താൽ കിട്ടും. അപ്പോൾ ആ ഒരളവിലാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/2 കപ്പ് അരിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. അരിപ്പൊടിയും വറുക്കാത്തതാണ്, രണ്ടും വറുക്കാത്തതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അതേ അളവിൽ, അതായത് 1 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈര് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പച്ചമുളക്, നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് സവോളയാണ്. ഞാനൊരു ചെറിയ സവോള ചെറുതായിട്ട് ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ വേണ്ടത് മല്ലിയിലയും ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട്, അതായത് ചെറിയ പീസസ് ആയിട്ട് കൊത്തി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഈ റവ ദോശയുടെ മാവിൻ്റെ പാകം എല്ലാവർക്കും അറിയാം, നന്നായിട്ട് ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും കുറച്ച് കട്ടിയായിട്ട് കലക്കിയതിന് ശേഷം നമുക്ക് പിന്നീട് ആവശ്യാനുസരണം നമുക്കത് ലൂസാക്കി എടുക്കാം. അതായത് ദോശ ചുടുന്ന സമയത്ത് ലൂസാക്കി എടുക്കാൻ പോവുകയാണ്. കാരണം ഈ റവയൊക്കെ നമ്മൾ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് വരുമ്പോഴത്തേക്കും മാവ് കുറച്ച് കട്ടിയാവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള പാകം നമുക്ക് അത് കറക്റ്റായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പം കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് പിന്നീട് നന്നായിട്ട് ലൂസാക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അതിന് ശേഷം മാത്രം നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ദോശ ചുടുന്ന സമയത്ത് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കാം. നന്നായിട്ട് ഒഴിക്കാൻ പറ്റുന്ന പാകമായിരിക്കണം റവ ദോശയുടെ മാവ്. അപ്പം മാത്രമേ നമുക്ക് ആ കറക്റ്റായിട്ടുള്ള നമുക്ക് ദ്വാരങ്ങളോട് കൂടിയിട്ടുള്ള ദോശയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇതെന്തായാലും ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇതാ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. നമുക്ക് നോൺ സ്റ്റിക്ക് പാനിലും ഉണ്ടാക്കാം. അപ്പോൾ ദോശക്കല്ലിൽ എണ്ണ തടവുക. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മളുടെ ഈ മാവ് ഒരു തവി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ലൂസായിരിക്കണം മാവിൻ്റെ കൺസിസ്റ്റൻസി. നല്ല ഒഴിക്കാൻ പറ്റുന്ന പാകത്തിന് വേണം മാവിൻ്റെ പരുവം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് എണ്ണ തൂവി കൊടുക്കുക. പിന്നെ നന്നായിട്ടിത് ബ്രൗൺ കളർ ആകുന്നത് വരെ, അതായത് 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നത് വരെ നമ്മളിതൊന്നും ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഈ റവ ദോശ ചെയ്യുന്ന സമയത്ത് തിരിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആ ചെറിയ തീയിൽ തന്നെ നമ്മൾ കുറച്ച് നേരം വേവിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗവും വെന്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇത് ഞാൻ മാറ്റാണ് ദോശക്കല്ലിൽ നിന്ന്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും നിങ്ങൾക്ക് എടുക്കാനൊക്കെ. എന്തായാലും നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള റവ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത ബാച്ചും കൂടെ ഞാൻ ചെയ്യുവാണ്. അപ്പോൾ ഇത് ഇതുപോലെ ബ്രൗൺ കളറായിട്ട് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളൊക്കെ വെന്ത് കാണില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഇതിൻ്റെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അതാണ് കുറച്ച് സമയം ഇത് വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മറ്റേ ദോശ ഉണ്ടാക്കുന്നത് പോലെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തെ ദോശയും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ദോശകളൊക്കെ ചുട്ടെടുക്കാം. അപ്പോൾ എന്തായാലും നല്ല ക്രിസ്പി ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന റവ ദോശ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പ്രത്യേകിച്ച് ടൊമാറ്റോ ഗാർലിക് ചട്നിയുടെ കൂടെ. ഈ വീഡിയോ
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്